എന്തായാലും നല്ല രസമുണ്ട്. ബ്രോസ്റ്റഡ് ചിക്കന്റെ കൂടെ പഴങ്കഞ്ഞി വെച്ച പോലെ. ഒരു ചർച്ചയില്ല അല്ല കേശു? നീ മിണ്ടാടിയടി. തീ കത്തിക്ക്. കപ്പ പുഴുങ്ങിയവള് കപ്പ പുഴുക്കി. കപ്പ പുഴുങ്ങാൻ വന്നവള് കപ്പ പുഴുങ്ങിയാ മതി, അതാണ് ഉദ്ദേശിച്ചേ. എക്സാക്ട്ലി. കണ്ടാ ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? ബ്രോസ്റ്റഡ് ചിക്കന്റെ കൂടെ പഴങ്കഞ്ഞി വെച്ച പോലെ തന്നെ ഉണ്ട്. കേശു പോയി മമ്മട്ടി എടുക്ക്. എന്തിനി? നമുക്ക് പോയി കിടക്കാം. കിളക്കാ, നീ ആദ്യം പോയി പറയാൻ പഠിക്കടി. നീ പോടി. കേശു നമുക്ക് കപ്പ കഴിക്കാം. കിളക്കാം. അല്ല കപ്പ കഴിക്കാം. കപ്പയെ കിളക്കണം. ഇപ്പൊ ഞാൻ കപ്പ കിളക്കണ. എനിക്ക് വിശക്കുന്നുണ്ട്, കപ്പ കഴിക്കാം. എന്നാ പിന്നെ കിളച്ചിട്ട് കപ്പ കഴിച്ചിട്ട് കിളക്കാം. എട് മാറങ്ങോട്ട്. ചുമ്മാ ഇനി കപ്പ കഴിക്കാം. എന്നാച്ചടാ, കപ്പ വെന്താച്ചാ? കപ്പ വെന്തില്ല, കൈ വെന്ത്. അശ്ശോ, പാത്ത് കയ്യല്ല நான் பாக்கட்டும். ஆமாண்டா வெந்தாச்சு. കണ്ടപ്പോ തന്നെ മനസ്സിലായി. അതെങ്ങനെ? அது பார்த்தாலே தெரியும். அதுதான் எக்ஸ்பீரியன்ஸ். ചമ്മന്തി റെഡിയായ? இத பாரு. மிளகா போட்ட சம்மந்தி. இது பாரு. സ്പൂൺ ഇട്ട് എടുക്കടാ. സാരിടാ പാത്രം കണ്ടേ. ஏய் கொஞ்சம் எடுத்து பாரு. ചേച്ചി എട് കപ്പ. കിന്നാരം ചൊല്ലുന്ന കാറ്റേ, പൊന്നാരം ചൊല്ലുന്ന കുയിലേ, വാ നീ. കിന്നാരം ചൊല്ലുന്ന കാറ്റേ, പൊന്നാരം ചൊല്ലുന്ന കുയിലേ, വാ നീ. കാറ്റും മേലഞ്ചാറ് അപ്പൂപ്പൻ താടികൾ നാട്ടിൽ പതുങ്ങി പറന്നു വന്നേ, കാട്ടിലെ കാഴ്ചകൾ കണ്ടു മടുത്തവർ നാട്ടിനിളവയിൽ കൊണ്ടു നിന്നേ. എന്താണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണേ? കേശു ഇത് ടോട്ടലി വേറെ ലൈഫാണല്ലേ? തനിക്ക് ഇത് ടോട്ടലി വേറെ ലൈഫായിരിക്കും, പക്ഷേ എനിക്ക് ഇതാണ് എൻ്റെ പേഴ്സണൽ ലൈഫ്. എനിക്കിഷ്ടമുള്ളതും എനിക്ക് പരിചയമായത്. എനിക്കും ഇത് ഇഷ്ടപ്പെടാൻ തുടങ്ങി കേശു. ഇതോ ഇപ്പം അങ്ങനെയൊക്കെ പറയും, എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഉയരും കൊണ്ട് ഓടണത്. കാരണം അത്രയും ഹൈ ലൈഫ് സ്റ്റൈലൊക്കെ ജീവിച്ച ആളല്ലേ. കേശു എന്നെ അങ്ങനെ കോണറാക്കല്ലേ. ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ഞാൻ ഉള്ള കാര്യം അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. കേശു ഞാനും ഇറങ്ങി നിന്നോട്ടെ. ഓ നല്ല തണുപ്പല്ലേ? നല്ല തണുപ്പ്. സൂപ്പറല്ലേ? സൂപ്പർ കൂൾ. താനും ഭയങ്കര കൂളാ. ഞാനാ എല്ലാവർക്കും കേശുവിന് ഇഷ്ടാ, അതുപോലെ കേശുവിനെയും എല്ലാവരും ഇഷ്ടാ. അതിനെങ്ങനെയാണല്ലോ, നമ്മളെല്ലാവരെയും സ്നേഹിക്കുക, നമ്മളെ എല്ലാവരും സ്നേഹിക്കും. അതല്ലേ ഉള്ളൂ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. വിളിക്കണ സമയത്ത് അങ്ങ് പോണം. നമ്മുടെ ചെറിയ ജീവിതത്തിൽ നമ്മളെ കൊണ്ട് സന്തോഷിപ്പിക്കാൻ പറ്റുന്ന അത്രയും സന്തോഷിപ്പിക്കുക. കേശു എത്ര രസമായി സംസാരിക്കുന്നത്. എന്തൊരു വിളിക്കുമ്പോ അങ്ങ് പോണമെന്ന് പറഞ്ഞതാ. പൊന്നു പെണ്ണായി ഞാൻ അച്ഛൻ പറഞ്ഞതൊന്ന് പറഞ്ഞു നോക്കിയത്. എവിടെ പ്രോത്സാഹിപ്പിച്ച ആളെ കൊല്ലില്ല. കേശു
ഞാനൊരു കാര്യം ചോദിച്ചാ കേശു മനസ്സോർന്ന് സത്യം പറയും. ഞാൻ ചോദിക്കണോ? കേശു, തനിക്ക് തൻ്റെ കൂടെ പഠിച്ച കുഞ്ഞ് അലീന ഫ്രാൻസിസിനെ എപ്പോഴെങ്കിലും മറക്കാൻ പറ്റുമോ? തായ അങ്ങനൊക്കെ ചോദിച്ചു കഴിഞ്ഞാ ഇല്ലടോ, എൻ്റെ കൂടെ കുഞ്ഞിലെ പഠിച്ച, ഞാൻ നിഷ്കളങ്കരമായിട്ട് സ്നേഹിച്ച ആ അലീന ഫ്രാൻസിസിനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കുഞ്ഞ് അലീന ഫ്രാൻസിസ്, എന്താണ് ഒന്നും പറയല്ലേ? ഹേയ്, ഒന്നില്ല. കേശു എന്താണ് ഇങ്ങനെ നോക്കുന്നത്? കേശു പേടിക്കില്ലേ? ഞാൻ കേശുവിന്റെ സ്നേഹം പിടിച്ചു വാങ്ങാനല്ല വന്നേ. അതെ, എല്ലാം കാലം തീരുമാനിക്കട്ടെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.